വെൽക്കം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷിന് പഠിക്കാനുള്ള അപ്രീഷിയേറ്റിംഗ് പ്രോസ് എന്ന ടെക്സ്റ്റിലെ ഏറ്റവും നീളം കൂടിയതും അതേസമയം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എസ്സേ ആണ് അരുന്ധതി റോയ് എഴുതിയിട്ടുള്ള കം സെപ്റ്റംബർ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ എസ്സേ ആദ്യം ഞാൻ വായിച്ചപ്പോൾ എന്ന പേര് കേട്ടപ്പോൾ കം സെപ്റ്റംബർ എന്ന് കേട്ടപ്പോൾ മനോഹരമായൊരു ഷോർട്ട് സ്റ്റോറി ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല അനുഭവം ഉണ്ടായത്. ഇറ്റ്സ് എ വെരി പ്രൊഫൗണ്ട് ആൻഡ് ഡീപ്പ് എസ്സേ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഐ പ്രോമിസ് യു വൺ തിങ്, you will learn about all the important points discussed by Arundhati Roy in this essay, and you can score very good marks in a very short time. It's my guarantee. ബിഫോർ ദാറ്റ് ഈ ക്ലാസ് ഞാൻ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. വളരെ വലിയ ക്ലാസ് ആണെങ്കിലും ചെറുതായിട്ട് തിരക്കാനാണ് എനിക്കിഷ്ടം. അതിലൊന്ന് അരുന്ധതി റോയ് ആരാണ് എന്നൊരു 3-4 വരി നമുക്കൊരു എസ്സേ ഒക്കെ എഴുതാനായിട്ട്. 2 ഇൻട്രൊഡക്ഷൻ ടു ദ എസ്സേ. ഏത് എസ്സേയും പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലമൊക്കെ അറിയണമല്ലോ. 3 ഈ എസ്സേയിലൂടെ 6 കാര്യങ്ങളാണ് അരുന്ധതി റോയ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ ചാർട്ട് ഔട്ട് ചെയ്ത് മാപ്പ് ഔട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. നിങ്ങളെ സമാധാനമായിട്ട് 1-2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പോയിന്റ്സ് ആൻഡ് യു ക്യാൻ സ്കോർ റിയലി വെൽ. ആർ യു റെഡി? ബിഫോർ ദാറ്റ് ഐ പേഴ്സണലി വോണ്ട് ടു താങ്ക് യു ഫോർ ബീയിങ് ഹിയർ വിത്ത് മീ ആൻഡ് ലേണിംഗ് ഫ്രം മീ. ആൻഡ് ഇഫ് യു ഡോണ്ട് നോ മീ, എന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, my name is Pradeep Hariharan and I'm an assistant professor of English and I love teaching. I'm also an expert in IELTS coaching. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം അരുന്ധതി റോയ് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. ഷീ ഈസ് അവർ ഓൺ പേഴ്സൺ. നമുക്ക് വളരെ അറിയുന്ന ഒരാളാണ്. എന്നാലും ഒരു 5 വരി. സൂസന അരുന്ധതി റോയ്. ഷീ ഈസ് എ റൈറ്റർ, ആക്ടർ, പൊളിറ്റിക്കൽ ആൻഡ് എൻവയറൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്. ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല, പക്ഷെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഷീ ഈസ് നോൺ ഫോർ her 2 important books. One is The God of Small Things. നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. 1997 ദ ബുക്കർ പ്രൈസ് വിന്നിംഗ് ബുക്ക്. സെക്കൻഡ് വൺ റീസെൻ്റ് ആയിട്ട് എഴുതിയത് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഇറ്റ് വാസ് ഓൾസോ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ബുക്കർ. ആൻഡ് ഷീ ഈസ് നോൺ ഫോർ ഹർ നോൺ ഫിക്ഷൻ റൈറ്റിംഗ്. ഒരുപാട് നോൺ ഫിക്ഷനാണ് അവർ എഴുതിയിട്ടുള്ളത്. ദ കോസ്റ്റ് ഓഫ് ലിവിങ്, പവർ പൊളിറ്റിക്സ്, ഒരുപാടുണ്ട്. ബട്ട് ഷീ ഈസ് നോൺ മോർ ആസ് എൻ ആക്ടിവിസ്റ്റ്. ഓക്കെ. അപ്പോൾ നർമ്മദ ഡാം ഇതിൽ ഷീ ക്യാമ്പയിൻഡ് അഗെയിൻസ്റ്റ് ഇറ്റ് വിത്ത് മേധ പട്കർ. അവരുടെ ബുക്കർ പ്രൈസിൽ കിട്ടിയ 52 ലക്ഷം രൂപ അതാണ് വരുന്നത്. ഷീ ഡൊണേറ്റഡ് ഇറ്റ് ഫോർ ദ കോസ്. അപ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് എ കമ്മിറ്റഡ് ആക്ടിവിസ്റ്റ് ഷീ ഈസ്. ഇനി ഈ എസ്സേയിലെ കുറിച്ച് നമുക്ക് വരാം. അപ്പോൾ ഈ എസ്സേയിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. അപ്പോൾ എന്താണ് ഈ എസ്സേയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? 4 പോയിന്റാണ് അറിയേണ്ടത്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് വാസ് ഡെലിവേർഡ് ഓൺ 18th September 2002. എപ്പോഴാണ് ഡെലിവർ ചെയ്തതെന്ന് ചോദിച്ചാൽ യു ഹാവ് ടു റിമെമ്പർ സെപ്റ്റംബറിൽ തന്നെയാണ്. 18 സെപ്റ്റംബർ 2002. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഒരു 2001 സെപ്റ്റംബർ 11 ട്വിൻ ടവേഴ്സ് ആക്രമിക്കപ്പെടുന്നത്. അതിനൊരു 2-3 വർഷം മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും ന്യൂക്ലിയർ പവർ നേഷൻസ് ആവുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇവരത് പ്രസംഗിക്കുന്നത്. ഇത് എവിടെ വെച്ചാണ് പ്രസംഗിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അത് ലെൻസിംഗ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് സയൻസ് സെൻറ്റർ, സാന്റ് ഫേ, ന്യൂ മെക്സിക്കോ. ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന അമേരിക്കയിൽ തന്നെയാണ്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത്. അമേരിക്കയിൽ ചെന്ന് അമേരിക്കക്കാരെ തന്നെ ശക്തമായി വിമർശിക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കം സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നേക്കാം. ഇതിലൂടെ അവർ പറയുന്നത് സെപ്റ്റംബർ മാസം ലോകത്ത് നടന്നിട്ടുള്ള കുറേ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണ്. അത് 1922 തൊട്ടാണ് അവർ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ 80 വർഷക്കാലം എസ്പെഷ്യലി അമേരിക്ക, ബ്രിട്ടൻ അതുപോലത്തെ ശക്തമായ നേഷൻസ് നടത്തിയിട്ടുള്ള ചില മനുഷ്യക്കുരുതികളെക്കുറിച്ചാണ് ഇവരിതിൽ പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട തീം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഗ്ലോബലൈസേഷൻ, നാഷണലിസം, US ഹിപ്പോക്രസി ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് ദ പവർലെസ്. എസ്പെഷ്യലി US ഹിപ്പോക്രസിയാണ് ഇതിൽ വിളിച്ചു കാട്ടുന്നത്. ഒരുപക്ഷെ അമേരിക്കയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് മാറും. അരുന്ധതി റോയ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സ്വന്തമായിട്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സമ്മറിയിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 കാര്യങ്ങളാണ് അരുന്ധതി റോയ് എസ്സേയിൽ പറയുന്നത്. ഫസ്റ്റ് അവർ പറയുന്നത് വൈ ഷീസ് എ റൈറ്റർ. അതിന് 2 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ സെക്കൻഡ്, ഷീ സ്പീക്സ് അബൌട്ട് ഹെർ ഓൺ തീംസ്. എന്താണ് അവരുടെ തീം എന്നവർ പറയുന്നു. പിന്നെ അവർ പറയുന്നത് ആൻറ്റി നാഷണലിസം, ദ റൈസ് ഓഫ് നാഷണലിസം. ഇത് ഇന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു വാക്കാണ് ഇന്ത്യയിലൊക്കെ. ആൻറ്റി നാഷണലിസം എന്ന് പറയുന്നത് 2002 അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അന്ന് പോലും
ആൻറ്റി നാഷണൽ, ആരാണ് ആൻറ്റി നാഷണൽ എന്നുള്ളതാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റി അമേരിക്കനിസം, ആരാണ് ആൻറ്റി അമേരിക്കൻ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. അവസാനം ഈ എസ്സേ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ 11 പേജിൽ വളരെ പ്രൊഫൗണ്ടായിട്ട് കിടക്കുന്ന എസ്സേയുടെ ജ്യൂസ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതിലുള്ള എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമുള്ള പോയിന്റ് എടുത്ത് പരീക്ഷയ്ക്ക് എഴുതിയാൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക് ലഭിക്കും. അപ്പോൾ ക്ഷമ ഉണ്ടാവണം അവസാനം വരെ കാണാൻ. അപ്പോൾ ആദ്യം തന്നെ അവർ പറയുന്നത് വൈ ഷീ ഈസ് എ റൈറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഒരു തുടക്കം തന്നെ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഐ എം ഗുഡ് അറ്റ് റൈറ്റിംഗ് നോട്ട് സ്പീക്കിംഗ്. അപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ സ്പീക്കിംഗ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ അപകടകരമായ സമയത്തിലാണ്. ഐ എം ഗോയിങ് ടു സേ ഡേഞ്ചറസ് തിങ്സ് ഇൻ ഡേഞ്ചറസ് ടൈംസ്. അതുകൊണ്ട് ഈ എസ്സേ ഞാൻ വായിക്കാനാണ് പോകുന്നത്. കാരണം ഒരു വാക്ക് പോലും മാറിപ്പോയാൽ അത് എൻ്റെ ജീവിതം അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വായിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ പറയുന്നു എന്താണ് എൻ്റെ തീംസ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഐ റൈറ്റ് ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. ഞാൻ ഫിക്ഷൻ എഴുതുന്ന ആളാണ്, നോൺ ഫിക്ഷൻ എഴുതുന്ന ആളാണ്. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് ദ പവർലെസ്. അതായത് പവർ ആൻഡ് പവർലെസ്സിൻ്റെ അർത്ഥം പറയേണ്ട കാര്യമല്ലോ. മാത്രമല്ല അവർ പറയുന്നു, ഞാൻ പറയുന്നത് മൈ വേ ഓഫ് സീയിങ് ഇറ്റ് ആണ്. കാരണം നമുക്കൊരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അതിൽ പല സത്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു എഴുത്തുകാരൻ കാണുന്ന രീതിയുണ്ട്, അതിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു പൊതുവേ ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് അബൌട്ട് നേഷൻസ് ഓർ ഹിസ്റ്ററീസ്. രാജ്യങ്ങളോ ചരിത്രങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് പേരുടെ കയ്യിൽ ഒരുപാട് അധികാരം വന്നാൽ അത് ലോകത്തിനുണ്ടാക്കുന്ന അപകടം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതാണ് അവർ പറയുന്നത്. അവർ 2002 നടത്തിയ പ്രസംഗം ഇന്ന് വളരെയധികം പ്രൊഫറ്റിക് ആണ്. ഇനി നമുക്ക് എസ്സേയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ആൻറ്റി നാഷണലിസം ആൻഡ് റൈസ് ഓഫ് നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവർ ആദ്യം പറയുന്നത് 2002 അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ ന്യൂക്ലിയർ പവർ ആയതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാനും ന്യൂക്ലിയർ പവർ ആയി. അപ്പോൾ പെട്ടെന്നൊരു ഏഷ്യൻ രാജ്യങ്ങൾ രണ്ടുപേരും ന്യൂക്ലിയർ ശക്തിയാവുമ്പോൾ ലോകത്ത് ഒരു ഭയം വ്യാപിപ്പിച്ചിരുന്നു. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വാട്ട്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് ദ സ്റ്റേറ്റ്. നമുക്കും നമ്മുടെ രാജ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്. പിന്നെ അവർ പറയുന്നു ദർ ആർ 2 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ്. ഏത് രാജ്യത്തും. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ്, 2 സപ്പോർട്ടേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരോട് പറയണം ലിറ്ററേച്ചർ പഠിക്കുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും അത് ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം തരുന്നൊരു കോഴ്സാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയണം. കാരണം സാഹിത്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വോയിസസ് ആണ്. അതുകൊണ്ടാണ് ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് നമുക്കൊരു പ്രത്യേക പവർ ഉള്ളത്, നമ്മളെ ശരിക്കും ജനങ്ങൾ ഭയപ്പെടുന്നത്. ബിക്കോസ് വി ആർ ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ്. അപ്പോൾ അവർ പറയുന്ന ഒരു രാജ്യത്ത് 2 തരം ആളുകളുണ്ട്. ഒന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ, 2 എന്ത് സർക്കാരാണോ ഭരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്തും ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പോളിസീസിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം ആ രാജ്യത്തിൽ ആൻറ്റി നാഷണൽസാണ്. ഓക്കെ, ഇത് 2002 പറഞ്ഞുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾ 2023 അല്ലെങ്കിൽ 24 25 ഇത് ഇന്നത്തെ സംഭവങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശികം മാത്രം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഏത് രാജ്യത്തെയും സർക്കാർ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും വോയിസ് വരുത്തിയാൽ അവരപ്പോൾ ആൻറ്റി നാഷണലായി മാറും. എന്നിട്ട് അവർ പറയുന്നു എസ്പെഷ്യലി 2001 11/9 അറ്റാക്കിന് ശേഷം അമേരിക്ക, നിങ്ങൾക്കറിയാമല്ലോ, ലോകത്ത് വല്ലാത്തൊരു വാർ പോളിസി അവരുണ്ടാക്കി. അതിനെ വിമർശിക്കുന്ന എല്ലാവരെയും അമേരിക്ക ആൻറ്റി അമേരിക്കൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ അരുന്ധതി റോയ് വിമർശിച്ചതുകൊണ്ട് അരുന്ധതി റോയിനെയും ഒരു ആൻറ്റി അമേരിക്കൻ എന്നാണ് പറഞ്ഞത്. സമാനമായ രീതിയിൽ ഇന്ത്യയിൽ അന്ന് 2002 കാശ്മീരിനെ കുറിച്ചോ ഗുജറാത്തിനെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെയെല്ലാം ആൻറ്റി നാഷണൽസ് ആയിട്ടാണ് കണ്ടിരുന്നത് എന്നവർ പറയുന്നു. അപ്പോൾ അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം നാഷണലിസമാണ് വളർന്നു വരുന്നത്. അത് ഗവൺമെൻറ് പോളിസീസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നാഷണലിസമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആൻറ്റി അമേരിക്കൻ ആകുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ 4 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇതാണ് എസ്സേയുടെ ഏറ്റവും ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് 9/11 ശേഷം അമേരിക്കയിലുണ്ടായ മാറ്റങ്ങൾ. പിന്നെ അമേരിക്ക ചെയ്തതിൻ്റെ പണിയാണ് അമേരിക്കയ്ക്ക് കിട്ടുന്നത് എന്നാണ് അവർ വേറെ രീതിയിൽ പറയുന്നത്. അതിനവർ ചിലി, ഇസ്രായേൽ, ഇറാഖ് എന്നീ ഉദാഹരണങ്ങളാണ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ്, നിങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ അവർ പറയുന്നത് 2001 നിങ്ങൾക്കറിയാലോ, അമേരിക്കയിലെ ട്വിൻ ടവർ അൽ ഖ്വയ്ദ ആക്രമിച്ച് തകർക്കുന്നു. അപ്പോൾ അമേരിക്ക പറയുന്നത് ഒസാമ ബിൻ ലാദൻ, വി വാണ്ട് ടു ക്യാപ്ചർ ഹിം ലൈവ് ഓർ ഡെഡ്
എന്ന് പറഞ്ഞിട്ടാണ് അഫ്ഗാനിസ്ഥാൻ കോൺക്വസ്റ്റ് തുടങ്ങുന്നത്. ഇവിടെ QUEST എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ഐ എം സോറി. അപ്പോൾ അഫ്ഗാൻ കോൺക്വസ്റ്റ് അമേരിക്ക തുടങ്ങുന്നത് ഒസാമ ബിൻ ലാദനെ ജീവനോടെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അതിനുശേഷം അമേരിക്ക എന്താണ് ചെയ്തത്? അവിടുത്തെ താലിബാൻ ഭരണകൂടം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ അട്ടിമറിച്ചു. അതായത് ദേ വോണ്ട് ടു ലിബറേറ്റ് വിമൺ ഇൻ ബർക്കാസ് എന്ന് പറഞ്ഞു. അപ്പോൾ അരുന്ധതി റോയ് പറയുന്നത്, ഒരു രാജ്യത്തെ ജനങ്ങളെ കൊന്നുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇത് നേടാൻ കഴിയില്ല, എസ്പെഷ്യലി അമേരിക്ക പോലത്തെ രാജ്യത്തിന്. കാരണം അവർ പ്രസംഗിക്കുന്ന സാന്റാഫേ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരുപാട് നേറ്റീവ് അമേരിക്കൻസിനെ കൊന്നിട്ടാണ് അമേരിക്കയുടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ 9/11 അറ്റാക്കിന് ശേഷം ഒരുപാട് പേർക്ക്, നിങ്ങൾക്കറിയാലോ, 14,000 പേര് മരിച്ചുപോയി. അപ്പോൾ ഒരു പേഴ്സണൽ ലോസ് ഉണ്ട്. അത് ആ വിഷമത്തിന് അമേരിക്ക മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ സെപ്റ്റംബർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നു, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചരിത്രം പറഞ്ഞുതരാം. ഇതിനു മുമ്പ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നാണ് അമേരിക്കയോട് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു ഉദാഹരണം പറയുന്നത് ചിലി ഭരണകൂടത്ത് 11 സെപ്റ്റംബർ 1973 എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അന്ന് ചിലി ഭരണകൂടം, അന്ന് കമ്മ്യൂണിസ്റ്റ് ഇതിലുള്ള ഡെമോക്രാറ്റിക് ആയിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള ചിലിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സാൽവഡോർ അലൻഡയെ അമേരിക്കയുടെ CIA നേതൃത്വത്തിൽ ജനറൽ പിനോഷെറ്റ് എന്ന് പറയുന്ന വ്യക്തി അട്ടിമറിക്കുന്നു. അതായത് സാൽവഡോർ അലൻഡെ കൊല ചെയ്യപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത്. അതായത് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ചിലി ഗവൺമെന്റിനെ അമേരിക്കയുടെ CIA ഉപയോഗിച്ച് അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരാളവിടെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അന്ന് നോബൽ പ്രൈസ് വിന്നിംഗ് ആയിട്ടുള്ള ഹെൻറി കിസിംഗർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ചിലി ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഗോ മാർക്സിസ്റ്റ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് പീപ്പിൾ ആർ ഇറസ്പോൺസിബിൾ. അങ്ങനെ ചിലിയിലെ ആളുകൾ റെസ്പോൺസിബിൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ദാറ്റ് ഈസ് അമേരിക്ക ഈസ് ഇന്റർഫിയറിംഗ് ഇൻ ടു ചിലീസ് അഫെയർ, സെയിങ് ദാറ്റ് വി വിൽ ഡിസൈഡ് ഹൂ വാണ്ട് ടു റൂൾ. അതായത് ചിലിയിലെ ജനങ്ങൾക്കല്ലയുടെ വോയിസ്, ഞങ്ങൾ തീരുമാനിക്കും ആര് ചിലി ഭരിക്കണം എന്നാണ് അമേരിക്ക പറയുന്നത്. അത് മാത്രമല്ല, അതിനുശേഷം ചിലിയിൽ ഉണ്ടായത് ഒരുപാട് പേര് ചിലിയുടെ പുതിയ എന്താ പറയുക അട്ടിമറിയിലൂടെ, പട്ടാള അട്ടിമറിയിലൂടെ വന്ന ഡിക്റ്റേറ്റർ ഭരണകൂടം കൊന്നുകളഞ്ഞു. ആളുകൾ അപ്രത്യക്ഷരായി, ഡിസപ്പിയർഡായി. അത് 17 വർഷത്തേക്ക് തുടർന്നു. അതിൽ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം അരുന്ധതി റോയ് പറയുന്നത്, വിക്ടർ ജര എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ, അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 2 കൈകളും മുറിച്ച് കളഞ്ഞ് ഒരു ഗിറ്റാർ അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുത്ത് വായിക്കടാ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വെടിവെച്ച് കൊല്ലുന്നത്. അത്രയ്ക്കും മൃഗീയവും ക്രൂരവുമായി സെപ്റ്റംബർ 11, 1973 അമേരിക്ക ചിലി ഭരണകൂടത്തോട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് മാത്രമോ, ലാറ്റിൻ അമേരിക്കയിലുള്ള എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ജപ്പാനെ പോലും അമേരിക്ക ബോംബ് ചെയ്തത് ഓഗസ്റ്റ് മാസമാണ്. അതിൻ്റെ വേദനകൾ അവർ സഹിക്കുന്നതും ഒരു സെപ്റ്റംബർ മാസമാണെന്ന് അരുന്ധതി റോയ് ഓർമ്മിപ്പിക്കുന്നു. ഫാറ്റ് മാൻ ആൻഡ് ദ ലിറ്റിൽ ബോയ് എന്ന ഓമനെ പേരിട്ട് വിളിച്ച 2 ന്യൂക്ലിയർ ബോംബുകളാണ് അവർ അന്ന് ഏഷ്യൻസ് ആയിട്ടുള്ള ജപ്പാനുകളുടെ മേൽ പ്രയോഗിക്കുന്നത്. ഇനി ഇസ്രായേലിനെ കുറിച്ചാണ് അരുന്ധതി റോയ്ക്ക് പറയാനുള്ളത്. അത് അമേരിക്ക അല്ല ചെയ്തത്, അമേരിക്കയുടെ ഏറ്റവും ഗുഡ് ഫ്രണ്ടായിട്ടുള്ള ബ്രിട്ടനാണ് ചെയ്യുന്നത്. അത് 1922 സെപ്റ്റംബർ 11 അറബുകളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പാലസ്തീനിൽ ഒരു സയനിസ്റ്റ് നേഷൻ, അതായത് ജൂതന്മാർക്ക് ഒരു രാജ്യം വേണമെന്ന് പറയുന്നു. അതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ചരിത്രം അറിയാവുന്ന ആളെന്നതിൽ ഞാനത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതിന് കാരണം 1914 വരെ ഓട്ടോമാൻ എംപയറും ബ്രിട്ടനുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരുന്നു. പക്ഷേ 1914 ഓട്ടോമാൻ എംപയർ, ടർക്കിഷ് ഇതിൽ നമുക്കറിയാം ഇസ്താൻബുളിലുള്ളത്, അവർ ജർമ്മനിയുമായിട്ട് ഒത്തുചേർന്നപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ തോറ്റു കഴിഞ്ഞപ്പോൾ ആ ദേഷ്യമാണ് ബ്രിട്ടൻ അന്നത്തെ അറബുകളോടും കാണിക്കുന്നത് എന്നെടുത്ത് പറയണം. അത് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് അരുന്ധതി റോയ് പറയുന്നില്ല കേട്ടോ, ഞാനതൊരു പേഴ്സണലായിട്ട് എടുത്ത് പറഞ്ഞാണ്. അങ്ങനെ 1947 ഇസ്രായേൽ പാലസ്തീനും 2 രാജ്യങ്ങളായി നിർമ്മിക്കുന്നത്. അന്ന് പാലസ്തീന് 55% ലാൻഡും ഇസ്രായേലിന് 45% ലാൻഡുമാണ് പറഞ്ഞതെങ്കിൽ അടുത്ത വർഷം തന്നെ ഇസ്രായേൽ അത് 76% 1967 പാലസ്തീൻ പൂർണ്ണമായും ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലിൻ്റെ ആദ്യം തൊട്ടുള്ള അലായ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇസ്രായേൽ ഫോം ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ആദ്യമായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രാജ്യവും അമേരിക്ക തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അമേരിക്ക ഇറാഖിൽ എന്ത് ചെയ്തു എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. 11 സെപ്റ്റംബർ 1990 സദ്ദാം ഹുസൈനെ വാർ ക്രിമിനലായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് അമേരിക്ക ഇറാഖിൽ യുദ്ധം നടത്തുന്നത്. അതിന് കാര്യം 1988 മുതൽ അതുവരെ സദ്ദാം എന്ന് പറയുന്നത് അമേരിക്കയുടെ പെറ്റ് ബോയ് ആയിരുന്നു. ഇറാഖിന് വേണ്ടി അമേരിക്ക കോടിക്കണക്കിന് കാശാണ് സബ്സിഡി കൊടുത്തിരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇറാഖിനുള്ളിൽ താമസിക്കുന്ന കുർദിഷ് ജനതയെ കൊന്നുകളഞ്ഞ് അവിടെ ബയോ കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കാൻ. പക്ഷേ 1990 അരുന്ധതി റോയ് പറയുന്നു
സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അരുന്ധതിറോയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ പെറ്റ് മാസ്റ്റർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ മാസ്റ്റർക്ക് ദേഷ്യം വരില്ലേ, അതേപോലെയാണ് ഇറാഖിനോട് അമേരിക്കയുടെ സമീപനം. ഇറാഖിൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇറാഖിനെ ശക്തമായി ആക്രമിച്ച് അവിടുത്തെ ഭരണകൂടത്തെ, അവിടുത്തെ ജനത, സദാം ഹുസൈൻ എന്ന വ്യക്തിയിൽ അവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ, അതായത് സെപ്റ്റംബർ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അരുന്ധതിറോയ് പറയുന്നത് 1922 മുതൽ പാലസ്തീൻ, അതിനുശേഷം ജപ്പാൻ, അതിനുശേഷം ചിലി, അതിനുശേഷം ഇറാഖ്, എങ്ങാണ്ടും കരച്ചിലുകൾ മാത്രമേ കേട്ടുള്ളൂ. ഒരുപാട് ജനതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാസമാണ് സെപ്റ്റംബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈവൻ കാർഗിൽ വാർ നടക്കുന്ന സമയത്ത് പോലും അമേരിക്ക നന്നായി ശ്രമിച്ചു ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ഉണ്ടാവാൻ എന്നവർ പറയുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണ് അരുന്ധതിറോയ് അടുത്ത് പറയുന്നത്. അതിന് അമേരിക്കയ്ക്ക് വ്യക്തമായ കാരണമുണ്ട്. അതിൽ ഒന്ന് ഓയിൽ മൊണോപ്പോളിയാണ്. അതായത് ലോകത്തെ 2/3 ഓഫ് റിസർവ്സ് ഓഫ് ഓയിൽ ഉള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. അമേരിക്കൻ കമ്പനികൾ ഓടുന്നതിന് ഓയിൽ വേണം. ഈവൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ മാറ്റി അവിടെ ഹമീദ് കർസായി എന്ന പപ്പറ്റ് പ്രസിഡന്റിനെ അമേരിക്ക നിയമിക്കുമ്പോൾ പോലും അദ്ദേഹം മുമ്പ് അമേരിക്കയുടെ ഒരു കമ്പനിയിൽ, ഓയിൽ കമ്പനിയുടെ എംപ്ലോയി ആയിരുന്നു എന്ന് അരുന്ധതിറോയ് പറയുന്നു. അപ്പോൾ ഉനോഖാൽ എന്ന് പറയുന്ന അപ്പോൾ ഈ ഓയിൽ മൊണോപ്പോളി, അതായത് അമേരിക്കൻ കമ്പനീസിന് ഓയിൽ ഇതിൻ്റെ മുകളിൽ അധികാരം കിട്ടാനായിട്ടാണ് ഈ ഇത്രയ്ക്കധികം വാറുകൾ അമേരിക്ക നടത്തിയത്. രണ്ട്, അമേരിക്കയുടെ ചില കമ്പനികൾക്ക് ട്രേഡ് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡിങ് ട്രേഡ് എന്ന് പറയുന്നു. ടു ഗെയിൻ ദെയർ പ്രോഫിറ്റ് ഇൻ എവറി ഇയർ. അപ്പോൾ എല്ലാ വർഷവും അമേരിക്കയിലെ ചില കമ്പനികൾ പണക്കാരായപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളാണ് പോവർട്ടിയിലേക്ക് തള്ളപ്പെട്ടത്. മാത്രമോ അമേരിക്ക ലോകത്തെ എല്ലാ നാച്ചുറൽ റിസോഴ്സസും പ്ലണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്, കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അരുന്ധതിറോയ് തന്നെ പറയുന്നു, 19ാം നൂറ്റാണ്ടിൽ കോളനൈസേഷൻ ആയിരുന്നെങ്കിൽ 20ാം നൂറ്റാണ്ടിൽ അതിൻ്റെ പേര് വോർ എന്നാണ്. അതായത് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അത് മറ്റൊരു രീതിയിലുള്ള ഒരു കോളനൈസേഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ അരുന്ധതിറോയ് പറയുന്നത് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കമ്പനികൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഭരണകൂടം പ്രവർത്തിക്കുന്നതെന്നാണ് അരുന്ധതിറോയ് പറയുന്നത്. ദേ വോണ്ട് ടു ക്രിയേറ്റ് ഫ്രീ മാർക്കറ്റ്. ആർക്കാണ് ഫ്രീ? അമേരിക്കക്കാർക്കാണ്. ബിക്കോസ് ദേ വോണ്ട് ടു മേക്ക് മണി. അപ്പോൾ അരുന്ധതിറോയ് പറയുന്നു അമേരിക്കൻ വേ ഓഫ് ലൈഫ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ. ഈവൻ അമേരിക്കക്കാർക്ക് പോലും സസ്റ്റൈനബിൾ അല്ല. കാരണം കുറച്ച് ചില കമ്പനികൾ മാത്രം പണക്കാരാവുമ്പോൾ ബാക്കിയുള്ളവർ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടപ്പെടുന്നു എന്നാണ് പറയുന്നത്. വളരെ വളരെ പവർഫുൾ ആൻഡ് വളരെ വളരെ ടച്ചിങ് ആയിട്ട് എസ്സേ ആണ്. നിങ്ങളിത് വായിച്ചു നോക്കണം. അവസാനം അരുന്ധതിറോയ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് വളരെ പവർഫുള്ളായിട്ട് സംഭവത്തിലാണ്. പക്ഷേ ഇന്ന് അമേരിക്ക എങ്ങനെയാണ് ലോകം ഭരിക്കുന്നതെന്നാണ് അരുന്ധതിറോയ് പറയുന്നത്. അമേരിക്ക 3 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന IMF, ദ വേൾഡ് ബാങ്ക് ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO. ഈ 3 ആളുകളെ നിയമിക്കുന്നത് എങ്ങനെയാണെന്നോ ആരാണെന്നോ ആർക്കും അറിയില്ല. ഒരു ട്രാൻസ്പെറൻസിയുമില്ല അവരുടെ പോളിസീസിന്. ഇതെല്ലാം അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. സോ അമേരിക്ക ഇൻ ഷോർട്ട് ഈസ് കൺട്രോളിങ് ദി എൻറ്റയർ വേൾഡ്. പക്ഷേ അമേരിക്ക പറയുന്നു വി ആർ ദ മോസ്റ്റ് പീസ്ഫുൾ പേഴ്സൺസ് ഓൺ എർത്ത് എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നു ഈ സിസ്റ്റം അധികകാലം പോവില്ല. കാരണം സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടാൻ കാരണം കമ്മ്യൂണിസം അല്ല, ചില കുറച്ച് വ്യക്തികളിൽ അത് ഒരുപാട് അധികാരം എത്തിയത് കൊണ്ടാണ്. അത് ഒരു ഫ്ലോഡ് സിസ്റ്റമാണ്. ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യ ശരീരം എടുത്ത് നോക്കൂ. ഒരു കൈ മാത്രം വളർന്നു പോയതുകൊണ്ട് കാര്യമില്ലല്ലോ, എല്ലാവരും കൂടി വളരണം. ഈ ലോകത്ത് കുറച്ച് പേരും മാത്രം രക്ഷപ്പെട്ട് ബാക്കിയുള്ളവർ ഇതാക്കാൻ നടക്കില്ല. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുള്ളൂ. അത് കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്ന കുറച്ച് പേരിൽ അധികാരം എത്തിക്കുന്നു. അധികാരം എന്നാൽ ഭയങ്കരമായ അധികാരം. അത് ഹ്യൂമൻ നേച്ചർ എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് അരുന്ധതിറോയ് ഇത്രയും മനോഹരമായ എസ്സേയിലൂടെ എന്താണ് പറയാൻ ശ്രമിച്ചത്? അമേരിക്കയുടെ പോളിസീസിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് പവർലെസ്നെസ്. സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് അമേരിക്ക മാത്രമല്ല ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് പലപ്പോഴും പിന്നിലുണ്ടായിരുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എസ്സേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ഇമോഷണലായോ സ്പീഡ് കൂടിയോ എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ ചോര തിളച്ചു. അപ്പോൾ നിങ്ങളുടെയും ചോര തിളച്ചിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ഇഫ് യു റിയലി ലൈക്ഡ് മൈ ക്ലാസ് ആൻഡ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് and like this video, and I'll see you in another video. Thank you very much. This is your teacher Pradeep Hariharan signing off.